അഴിഞ്ഞാട്ടം. ഞങ്ങൾക്ക് അതന്നെ പറയുള്ളൂ, അഴിഞ്ഞാട്ടം. ഇന്റെ മക്കളെ ആദ്യം പറയുന്നു, ലോജിക്ക് അല്ലെങ്കിൽ ഇതിനകത്തുള്ള കഥ, ഇതിനകത്തുള്ള സെൻസ്, നമ്മളുടെ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ബ്രെയിന്, കഥ, തിരക്കഥ, സംവിധാനം ഒന്നും നോക്കണ്ട. അതെ, കഥ, തിരക്കഥ, സംവിധാനം, ആഘോഷിക്കുക, അർമാദിക്കുക എന്ന് പറഞ്ഞ മാത്രം പരിപാടിക്ക് തിയേറ്ററിൽ കയറിയാൽ മതി. ഫസ്റ്റ് ഹാഫ് മൊത്തം ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തൊക്കെയോ പറയാണ്ടായിരുന്നു. അതൊക്കെ അയാൾ ഇങ്ങോട്ട് കാശ് മേടിച്ചിട്ട്, അതാണ് അതിന്റെ ഒരു ബ്രില്യൻസ്. ഇങ്ങോട്ട് കാശ് മേടിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ട് അത് ഫുള്ള് നാട്ടുകാരോട് വലിയ രസം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അയാള് പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതിച്ചതാണ് തോന്നുന്നു. അമ്മാതിരി കൊടുപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് മൊത്തം ആ രീതിയിലെല്ലാം കയ്യടിയോടെയാണ് ആൾക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഭയങ്കര അതിന് എന്തായാലും എതിർപ്പ് വരും, വിമർശനങ്ങൾ വരും. കാരണം സ്ട്രെയിറ്റ് അവേ സാധനമാണ്, സ്റ്റേറ്റിനിട്ടുള്ള അടിയാണ്. ഇത് ആ യൂണിവേഴ്സിൽ, സിനിമ യൂണിവേഴ്സിൽ നടക്കുന്ന സ്റ്റേറ്റിനിട്ടുള്ള അടിയാണ്. സ്റ്റേറ്റിന്റെ തലവനെ തന്നെ കൊണ്ടുപോയുള്ള അടിയാണ്. എന്നെ ഭ്രാന്തനാക്കി എന്നാണ് പറഞ്ഞത്. സ്ട്രെയിറ്റ് അടി സാധനങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ അടിച്ചു വെച്ചിട്ടുള്ളത്. എനിക്ക് ഈ സിനിമ അഴിഞ്ഞാടിയത് എവിടെ അറിയോ? സിനിമ തുടങ്ങുമ്പോ മുതൽ ആട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ലാലേട്ടൻ വന്നവരോട് അഴിഞ്ഞാട്ട അട്ടഹാസം. എനിക്ക് ഈ സിനിമ മുതലായത് അതിനാണ്. ഈ ആ ഡാൻസ്, അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ മൂപ്പൻ ദിലീപും കൂടി കളിക്കുന്ന ഡാൻസില് ദിലീപിനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഹലോ സിനിമ കഴിഞ്ഞതിന് ശേഷം അയാളൊരു ഡാൻസ് സ്റ്റെപ്പ് ഇട്ട് കളിച്ചത് ഇതിലാണ്. ഹലോയില് എല്ലാ സാധനവും, അതായത് ദിസ് ഈസ് എ സ്പൂഫ്, പക്ക സ്പൂഫ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് സ്പൂഫ് പടം. എന്നാൽ നമുക്ക് ചില പോർഷൻസിലൊക്കെ ഈ സ്പൂഫ് കാണുമ്പോൾ ക്രിഞ്ച് അടിക്കുന്നുണ്ട്, ടു ബി ഹോണസ്റ്റ് പറയാം. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കാണുമ്പോൾ അൺവാണ്ടഡ് സാധനം, വെരി പ്രഡിക്റ്റബിൾ സാധനം. ആ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഈ ഡയലോഗ് അടിക്കുന്നുള്ളത് നമുക്ക് വെരി പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ അത് കാണാൻ രസം എന്തുകൊണ്ടാ വെച്ചാൽ അത് എവർഗ്രീൻ സാധനങ്ങളാണ്. ആ ക്യാരക്ടേഴ്സിന്റെ, അതെ, ആ ക്യാരക്ടർ, അതായത് പഴയ നുസ്റ്റു സാധനങ്ങൾ പറയാൻ നമ്മൾ കുറെ ബാക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അവരഭിനയിച്ച് വെച്ച അവരുടെ മാസ്റ്റർ പീസ് ക്യാരക്ടേഴ്സിന്റെ സിനിമകളിലെ കടുകുമണി കണ്ടാൽ അതാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാവും. ആ സാധനങ്ങൾ ഇത് അവരെ കയ്യിൽ നിന്ന് ഡെലിവറി ചെയ്ത് വരുമ്പോണ്ടല്ലോ, അപ്പൊ അതിന് കിട്ടുന്ന ഒരു തരം സാറ്റിസ്ഫൈഡ് സാധനം. അവരെന്നെ ഭയങ്കര ത്രില്ലാണ്. ഈ ദേവ്ജി, നമ്മളെ ദേവൻ, റിയാസ് ഖാൻ, നമ്മളെ ഇയാള് സലീം കുമാർ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സിന് അവരുടെ മാസ്റ്റർ പീസ് സാധനങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ട് ദിലീപിന്റെ എൻറ്റയർ, അതായത് വരുന്ന വണ്ടി മുതൽ ദിലീപിന്റെ ഡയലോഗ് മുതൽ എല്ലാം ദിലീപിന്റെ പ്രീവിയസ് ക്യാരക്ടേഴ്സ്, പ്രീവിയസ് സിനിമാസിന്റെ ഒരു സ്പൂഫ് മൊത്തത്തിൽ വെച്ച് ആൻഡ് കറന്റ് സിനാരിയോയില് അയാൾ ഇത് മുൻകൂട്ടി കണ്ടൊരു സാധനം വെക്കില്ലേ, പ്രെഡിക്റ്റ് ചെയ്തൊരു സാധനം വെക്കില്ല, അമ്മാതിരി സാധനം. അങ്ങനത്തെ സാധനമാണ് ഫസ്റ്റ് ഹാഫ് ഫുള്ള് അഴിച്ചു വിട്ടിട്ടുള്ളത്. കഥേന്റെ പോർഷനിക്ക് ഞാൻ പോവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയും തേങ്ങാമണ്ടിയും ലോജിക്കും ഇതിനകത്ത് നോക്കിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഏട്ടൻ കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കാനുള്ളവരൊക്കെ രണ്ട് കൈ നീട്ടി വാങ്ങിച്ചു. അതായത് ദിലീപ് ഫാൻ അയാൾ ആ സാധനം എടുത്തെടുത്ത് പറയും, കാരണം അത് അങ്ങനത്തെ കൊടുപ്പാണ് അയാൾ കൊടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫിന്റെ തുടക്കം മുതൽ നമുക്ക് ദിലീപിന്റെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇതിൽ വന്നു പോകുന്ന ധ്യാന്റെ ക്യാരക്ടറും നമ്മളെ ഇവന്റെ ക്യാരക്ടറും വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറും ഇതൊക്കെ ബിൽഡ് ആവുന്നതിൻ്റെ ഒരു ആർക്കാണ് ഇതിന് കൂടുതൽ. അതിനാണ് ധ്യാൻ്റെ ക്യാരക്ടർ വരാൻ കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ഫേസ് ഓഫ് വരുന്നത് വിനീത് ശ്രീനിവാസന്റെയും ദിലീപിന്റെയും ക്യാരക്ടർ വെച്ചിട്ടാണ്. അതിൽ തന്നെ ദിലീപിന്റെ ക്യാരക്ടർ പലപ്പോഴും ഭയങ്കര, ആ സിനിമയെ പറഞ്ഞ പോലെ ഭ്രാന്തൻ, അഴിഞ്ഞാടുന്ന ഭ്രാന്തൻ ക്യാരക്ടറാണ്. അതിനൊരു എന്താ പറയാ, ഒരു കഥയുടെ ഒരു സ്പൈൻ എന്ന് പറയില്ലേ, അതൊന്നും ഫസ്റ്റ് ഹാഫിൽ ഇല്ല. കഥയുടെ സ്പൈൻ ഒന്നും ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തപ്പിയിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ എനിക്ക് ഈ സിനിമയുടെ ഭയങ്കര ലോ ആയിട്ട് തോന്നി ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫ് മുതൽ എനിക്ക് എന്താ പറയുക, വിനീത് ശ്രീനിവാസൻ അതിങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്യണ പോലെ തോന്നി. അല്ല, വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും അഴിഞ്ഞാടാൻ നോക്കിയതാ. പക്ഷെ ആ വിനീത് ശ്രീനിവാസന്റെ അഴിഞ്ഞാട്ടം എനിക്ക് അത്ര കൺവിൻസ്. അതൊന്നാമത് എന്താ അറിയോ, നമ്മൾ വിനീത് ശ്രീനിവാസൻ ഒരിക്കലും ഒരു അഴിഞ്ഞാട്ടമായിട്ട് കണ്ടിട്ടില്ല. നമ്മളെപ്പോഴും അയാള് പറയാൻ പറ്റില്ല, ഞാൻ പറയണ പോലെ തന്നെ ഒതുങ്ങിയാണ് നമ്മൾ. വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അഴിഞ്ഞാടിയ ക്യാരക്ടേഴ്സ് കണ്ടവരുണ്ട്. മറ്റേ വക്കീലും സൈക്കോ, ഇത് നമ്മളൊരു ആനേന്റെ അഴിഞ്ഞാട്ടുണ്ട്. ദിലീപേട്ടൻ വരും ലാലേട്ടന്റെ മുന്നിൽ നിൽക്കുമ്പോ ഒരു ഭയഭക്തി. എനിക്ക് മനസ്സിലായ കാര്യം പറയട്ടെ,
ധനഞ്ജയ് ശങ്കർ പക്ക ലാലേട്ടൻ ഫാനാണ്. കാരണം ലാലേട്ടന്റെ പോർഷൻസ് ധനഞ്ജയ് എടുത്തു വെച്ചത് കണ്ടറിയാം. ഇയാള് പ്ലീസ് ധനഞ്ജയ് ലാലേട്ടൻ വെച്ചിട്ട് പടം എടുക്കുന്ന അളിയ ലാലേട്ടൻ മാറി പടം മാറാണ്. ആ ലാലേട്ടന്റെ എൻട്രി മുതൽ പടം മാറാണ്. എന്താ അതായത് ഓരോ ഡയലോഗ്, ഓരോ സീന്, ലാലേട്ടന് എന്ത് നമ്മൾ കാണണം ആഗ്രഹിച്ചോ അതെല്ലാം ഒക്കെ ഒരു 10 മിനിറ്റ് അല്ലെ, 10 മിനിറ്റ് നമുക്ക് ജ്യൂസ് അടിച്ച് തന്ന പോലത്തെ എഫക്റ്റഡ്. അതായത് കാണിച്ചിട്ട് വരെ ആഘോഷിക്കുക. അതായത് ലാലേട്ടൻ ഫാൻസിന് ഇത് ദിലീപ് ഫാൻസിനേക്കാൾ കൂടുതൽ അഴിഞ്ഞാടുന്നത് ലാലേട്ടൻ ഫാൻസ് ആയിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിനിടയിൽ നമ്മളുടെ ഗോപാൽജി വഴി വൻ കുമ്മനടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് വരെ ഗോപാൽജിനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ലാലേട്ടനെ ദിലീപേട്ടനെ കൂടെ കണ്ടപ്പോ പിന്നെ സാൻഡി മാസ്റ്റർ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് സാൻഡി മാസ്റ്റർ. സാൻഡി മാസ്റ്റർ ഇപ്പൊ മലയാളത്തിൽ ഒരു സ്ഥിരം പോലീസുകാരനായി മാറുന്നുണ്ട്. സാൻഡി മാസ്റ്റർ ഒരു ക്യാരക്ടർ കൊള്ളാം. സ്ഥിരം സൈക്കോ, അതായത് മലയാള സിനിമയിലെ സ്ഥിരം സൈക്കോ വില്ലൻ പ്ലസ് പോലീസ് എന്നുള്ളത് ഇപ്പൊ സാൻഡി മാസ്റ്റർ ആവും എന്നുള്ളൊരു സംശയത്തേക്ക് പോകുന്നുണ്ട്. ഭയങ്കര ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട പോലെ സാൻഡി മാസ്റ്ററിന്റെ ക്യാരക്ടർ അധികം കാര്യമായിട്ട് വല്ലതും ചെയ്യാനൊന്നുമില്ല. കാരണം മുഴുവനായിട്ട് ദിലീപിന്റെ അഴിഞ്ഞാട്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. ദിലീപേട്ടന്റെ തീപ്പൊരി കെടാൻ കാത്തിരിക്കുന്നവർക്ക് ഇതാക്കാനല്ലേ എരിഞ്ഞോണ്ട് സിനിമയില് കുറെ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. മതി, അയാൾ അടിക്കേണ്ടതൊക്കെ ഇനി ഫാൻസ് നിങ്ങൾ അടിക്കില്ലേ. ദിലീപേട്ടൻ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്, ഇനി ഞങ്ങൾ അടിച്ചോളാം ബാക്കി. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അശോകന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ റൈറ്റർ ഫഹീം ഇതിലൊരു അല്ലേ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലു ഉണ്ട് ഇതിനകത്ത്. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സും പിന്നെ മെയിൻ ക്യാരക്ടറായ ദിലീപിന്റെ ക്യാരക്ടറും അശോകൻ പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് തുടക്കം. സെക്കൻഡ് ഹാഫിലേക്ക് കഥ വരുമ്പോഴാണ് മറ്റേ പ്ലോട്ട്, ലാലേട്ടൻ്റെ പ്ലോട്ട് തുടങ്ങുന്നതും പിന്നെ കഥയുടെ ഒരു കോറ് വരുന്നത്. എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഇതിനെ കുറച്ചുകൂടി എനിക്ക് കേട്ടോ പേഴ്സണലി. കാരണം ഇതിനകത്തൊരു കഥാ എലമെന്റ് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫാണ്. അഴിഞ്ഞാട്ടവും സെക്കൻഡ് ഹാഫിലാണ് കിടക്കുന്നത്. അതിങ്ങനെ പിന്നെ ഇതിലൊരു കുറവ് തോന്നിയത് ഞാൻ പറയാലോ, ഇതിന്റെ മ്യൂസിക് സെക്ഷൻ അല്ലേ ഭയങ്കര ലോ ആയിട്ട്. കാരണം എടുത്തു പറയാൻ ഒന്നും ഇല്ല അതിനകത്ത്. കാരണം നമുക്ക് ആ അഴിഞ്ഞാട്ടം പാട്ടിൽ തന്നെ അഴിഞ്ഞാട്ടം ആ സാധനമാണ് നമുക്ക്. പിന്നെ ലാലേട്ടന്റെ സ്റ്റെപ്പും എല്ലാം കൂടി ആയപ്പോഴാണ് ഒരു സാധനം വന്നത്. വരും ശ്രദ്ധിച്ചില്ല. ഒന്നത് അതെ സെക്കൻഡ് ഹാഫിൽ ഈ കഥയുടെ ഒരു എലമെന്റിലേക്ക് പോയത് നന്നായി, അത് കൊണ്ടുപോയത് നന്നായി. ഒരു സോങ് ഉള്ളത് ദിലീപേട്ടന്റെ സോങ് തന്നെയാണ്. അതായത് ആ പാട്ടന്നെ അങ്ങനെ 1-2 മിക്സ് സാധനങ്ങൾ വെച്ച് ലാലേട്ടന്റെ പാട്ടുണ്ടായിരുന്നു അതിനകത്ത്. കലാഭമണി സോന ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എന്താ അറിയോ, നമുക്ക് പ്രേക്ഷകരെ മൊത്തത്തിൽ ഒരു സ്പൂഫ് അടിപ്പിച്ച് സ്പൂഫിന്റെ എക്സ്ട്രീം കൊണ്ടുപോകാനുള്ള സ്ഥലം. തമിഴ് തെലുങ്ക് ടെംപ്ലേറ്റിലൊക്കെ ഇതേപോലെ സ്പൂഫുകൾ ഇങ്ങനത്തെ എക്സ്ട്രീം സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതിപ്പോ മലയാളത്തിൽ ഇറക്കി എന്നുള്ള ഒരു സംഗതി മാത്രം. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലെ കഥ ഉണ്ട്, കഥയുടെ ഒരു സാധനം പറയുന്നുണ്ട്. പ്ലസ് ഈ പറഞ്ഞ പോലത്തെ മ്യൂസിക്കിന്റെ ഒരു കുറവ് ഇതിന് ഭയങ്കര ഇമ്പാക്ട് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതിൽ കഥ എന്ന് പറയുന്നത് ഇവര് പറഞ്ഞ പോലെ തന്നെ കേട്ടോ, വലിയൊരു ലോജിക് എന്നുള്ള സാധനങ്ങൾ ലോജിക്ക് പോയിട്ട് ഒരു കഥ ഇല്ല, കഥ പറഞ്ഞ സാധനം ഇല്ല. അപ്പൊ നിങ്ങൾ പറയും നീ ബാക്കി പടത്തിന് പോയിട്ട് കഥ പറയില്ല. ഇത് ഈ പടം ഇറക്കുമ്പോ തന്നെ ഇതിന്റെ മേക്കേഴ്സ് പറഞ്ഞിട്ട് കഥ ഇല്ല എന്നുള്ളത്. കാരണം നോ ലോജിക് എന്നാണ് അവർ ആദ്യം പടത്തിന് തന്നെ കൊടുത്തിട്ടുള്ള. കഥ ഇല്ലാത്തൊരു പടം കാണാൻ പോകുമ്പോൾ നമ്മൾ തന്നെ ഒരു കഥ ഇല്ലാത്ത ആളുകളായി പോയി ഇത് കാണണം. എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രഞ്ജൻ അബ്രഹാമിന്റെ ഒരു രക്ഷയില്ലാത്ത എഡിറ്റിംഗ് ആണ് നല്ല അല്ലേ. കാരണം ഈ സാധനം ഈ ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു പടം എഡിറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്ററിന്റെ കയ്യിലാണ് പകുതി മുക്കാലും പണി. ആ പണി പിടിച്ച ആൾ റോട്ടിൽ കൂടെ ഇറങ്ങി ഓടണ പോലെയാണ്. അങ്ങനെയാണ് പടം. ഡയറക്ടറും ഇതിന്റെ നറേഷൻ ഉണ്ടല്ലോ, നറേഷൻ ഇതിന്റെ നൂറിനും ഫഹീമൊക്കെ പറഞ്ഞ സമയത്ത് ഇതിന്റെ ഡയറക്ടർക്ക് മിക്കവാറും അയാളൊരു ഭ്രാന്തനായിട്ടാവും പടം എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആ സൈസ് ഭ്രാന്ത് പിടിക്കുന്ന ഒരു ഐറ്റമാണ്. സൈക്കോ മൂഡിൽ. അതെ, അങ്ങനത്തെ ഒരു ഐറ്റമാണിത്. പിന്നെ നമുക്ക് ഇതിൽ എടുത്തു പറയാനുള്ളത് ഇതിന്റെ ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് അല്ലേ ലാലേട്ടന്റെ സെറ്റപ്പ് ലാലേട്ടന്റെ സെറ്റപ്പ് പരിപാടികളുണ്ട്. പിന്നെ നമുക്ക് തോന്നും ആണ്, അതായത് നമുക്കത് ഫീൽ ആവും. തമാശയാണെങ്കിലും അത് ഫീൽ ആവും നമുക്ക്, അത് ഇത് ഒരു സെറ്റപ്പ് ആണ് എന്നുള്ളത്. അങ്ങനെ അതെനിക്ക് ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആയി ഈ സാധനത്തിനകത്ത്. ഞാൻ പറഞ്ഞ ഞാൻ എൻജോയ് ചെയ്തത് ഈ പടം. ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ കപ്പാസിറ്റി എന്താ അറിയോ, അയാൾക്ക് കൊടുക്കുന്ന റോൾ ഇപ്പൊ അയാളുടെ ഡിഫൈൻ ചെയ്യാൻ. ഇതിൽ അയാളുടെ റോൾ ഡിഫൈൻ ചെയ്ത് എന്താ അറിയോ, അഴിഞ്ഞടിക്കോന്നാ മൂപ്പരൊരു. ഞാൻ ഒരു സ്പോയിലർ കേട്ടോ, ഒരു സ്പോയിലർ കേട്ടോ. ഒരു നടന്റെ ഫാൻസ് ഒക്കെ അണ്ണന്റെ ഫാൻസ് ആയിരുന്നു, പിന്നെ ഞങ്ങൾ അവിടെ ആയിരുന്നു പറയുമ്പോ മൂപ്പര് കുഴപ്പമില്ലാതെ എടേ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ അല്ലേ എന്താണ് ചെയ്യണേ പറയാ.
ഞാൻ ബാക്ക് ടു ലാലേട്ടൻ ഫാൻ ആട്ടോ. ഞാൻ നിർത്തി, എനിക്ക് മതിയായി. ഞാൻ സോറി രാജു ഏട്ടാ, അണ്ണനും ഞാൻ തമ്മിലും തളർന്നു. തമ്മിലുള്ള ഞാൻ തളർന്നു. ഞാൻ ബാക്ക് ടു ലാലേട്ടൻ ഫാൻ. ഞാൻ ഒഫീഷ്യലി ഐ എം ടെല്ലിങ് ഐ എം ബാക്ക് ടു മോഹൻലാൽ ഫാൻ. ഞാൻ പ്രഖ്യാപിച്ചടാ, അടുത്തു. താങ്ക് യു. ഓ എന്ത് ഇയാള് വേണ്ട നമ്മൾ പറയാം. മോനെ, ആ മീശ വിരി, ആ മുണ്ട് വടക്കല്, ആ ഫ്രെയിം. താങ്ക് യു ധനഞ്ജയ്. നമുക്ക് അത് കാണിച്ചു തന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര നന്ദി പറയാനുണ്ട്. പിന്നെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പടം എല്ലാവർക്കും കയറി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഫണ്ണാണ്, എൻജോയ് ഫണ്ണിനുള്ളതാണ്. കഥയും ബാക്കി സാധനങ്ങളും മലയാള സിനിമേനെ തടഞ്ഞു നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ ഇതിൽ അല്ല അങ്ങനെയല്ല. ഇതിനകത്ത് ഞാൻ പറയാം, ലോജിക്ക് തപ്പിപ്പോയാലോ കഥയുടെ എന്താ പറയാ, സിനിമയുടെ ഒരു കുറെ ടിക്ക് ചെയ്യേണ്ട പോയിന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കോപ്പുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യും. പിന്നത്തെ പോർഷൻ ഞാൻ പറയാം, പക്ക ദിലീപിനെ അടിക്കാനുള്ള എല്ലാ ഇൻഡയറക്റ്റ് അടിയും ഡയറക്റ്റ് അടിയും അടിച്ചിട്ടുണ്ട്. നാളെ ചിലപ്പോൾ ഈ പടം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റ് വരെ ഇതിനെ എതിർക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നിന്ന് ചിന്തിച്ചെടുക്കാം. പക്ഷെ കഥയുടെ പല പോർഷനിലായിട്ട് ഇതൊരു സമയമോ കാലമോ സന്ദർഭമോ ഒന്നും പറയാത്തൊരു സിനിമയിൽ ഇത് ഏത് യൂണിവേഴ്സിൽ നടക്കുന്നു, ഇത് എവിടെ നടക്കുന്നു, നിങ്ങൾ പറയുന്നത് പറഞ്ഞാൽ ഒന്നുമില്ല. ആ ഒരു സ്ഥലത്ത് നടക്കുന്നു, ഏത് സ്ഥലത്ത് നടക്കുന്നു, പല കേസുകളും പോലെയാണ്, എവിടെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, എപ്പോ നടക്കുന്നു എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഇമാജിനറി ക്യാരക്ടേഴ്സ് പോലെ പ്ലേസ് ചെയ്തിട്ടാണ് ഇവർ ഈ പടം എടുത്തുള്ളത്. അത് തന്നെ ഒരു തരം എന്താ അറിയോ, ഒളിച്ചു കിടത്തുന്ന ഐറ്റമാണ്. അത് തന്നെ ഒരു അതിന് മറ്റേ കുത്താണ് കുത്തിയിട്ടുള്ളത്. അപ്പൊ കൊള്ളേണ്ടവർക്ക് നല്ലതായിട്ട് കൊള്ളും, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത്രേ ഉള്ളൂ. ഐ എം ബാക്ക് ടു ലാലേട്ടൻ ഫാൻ. ഐ എം എൻ എൽ ബ്രാൻഡ് ഫാൻ നൗ. ഒന്നും പറയാറില്ല, പൊളിച്ച്. ഞാൻ ഒരു വട്ടം കൂടി കാണും ഓൺലി ഫോർ ലാലേട്ടൻ. ഇയാള് ആസ് എ ദിലീപ് ഫാൻ, വാട്ട് യു വാണ്ട് ടു ടെൽ ടു ദി ഫാൻസിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് കാണാനുള്ള എല്ലാം നമുക്ക് കാണാനുള്ള എല്ലാം അതിലുണ്ട്, അത്ര തന്നെ ഉള്ളൂ. നമ്മള് പിന്നെ ലാലേട്ടൻ ഫാൻസ്. പിന്നെ പടത്തിന്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് എൻട്രി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ലീഡ് ഉണ്ട്. ബാക്കി നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണണ്ടേ. വി ആർ എൻജോയിങ് ഇറ്റ്. ഞങ്ങൾ ആ പാട്ടൊന്ന് കേൾക്കട്ടെ അല്ലേ? ആട്ടം, ആ സാധനം അഴിഞ്ഞാട്ടം, പിന്നെ ആ സ്റ്റെപ്പും നമ്മൾ മറ്റേന്ന് കട്ടെടുത്ത സ്റ്റെപ്പ്, അതും പ്രൂഫ്. നാക്കിനാക്കുന്ന കട്ട്. അതെ, പ്ലീസ് ഡയറക്ടേഴ്സ് ലാലേട്ടനെ വെച്ച് അടുത്ത പടം എടുക്കുന്നവർക്ക് ലാലേട്ടനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്.